ഇത് 3-4 മാസം മുമ്പ് നടന്നൊരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പരാമർശത്തിന്റെ പേരിലല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ മാസങ്ങളിൽ പലതവണ ആ സംഭവത്തിന് ശേഷവും പൊതുസമക്ഷത്ത് ഒന്നല്ല പലതവണ ഇതേ നടിയെ പരാമർശിച്ച് ആക്ഷേപ പരാമർശങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂർ. ആ ബോധ്യങ്ങളുടെ കൂടി അടിസ്ഥാനമുണ്ട്. അതും പരിഗണനാ വിഷയമായിട്ടുണ്ടാവുമല്ലോ. പ്രോസിക്യൂഷൻ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ്. അന്ന തീർച്ചയായും പ്രോസിക്യൂഷൻ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. തന്നെയുമല്ല, ഇതെല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഉള്ളതിനാൽ തന്നെ ഈ ഡിജിറ്റൽ തെളിവാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ വാദം നിലനിൽക്കില്ല. കാരണം ഇത്തരം വീഡിയോകൾ, ഇയാളുടെ പരാമർശങ്ങളെല്ലാം കാണുന്നവർക്ക് വ്യക്തമാണ് എന്ത് തരം ദ്വയാർത്ഥ പ്രയോഗമാണ് ഇയാൾ നടത്തിയതെന്ന് വ്യക്തമാണ്. പക്ഷേ താൻ പറഞ്ഞതിൽ അത്തരം ഒരു അർത്ഥമില്ല, തമാശയ്ക്ക് പറഞ്ഞതാണ്, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി പറഞ്ഞതാണെന്ന് വാദിക്കുമ്പോഴും അത് തെളിവുകളായി തന്നെ അവശേഷിക്കുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് അംഗീകരിച്ചുകൊണ്ട് കോടതി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിച്ചു, വാദങ്ങൾ അംഗീകരിച്ചു. ആ തെളിവുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ കോടതി ബോബി ചെമ്മണ്ണൂരിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കാരണം തെറ്റാണ്. തന്നെയുമല്ല, ഒരു തെറ്റ് ചെയ്തിട്ട് അത് ന്യായീകരിക്കുന്നു, അത്തരം തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുന്നു. ഒട്ടേറെ പേർക്ക്, കുറച്ചൊന്നുമല്ല, ബോബി ചെമ്മണ്ണൂരിൻ്റെ പിന്തുണ നൽകുന്ന ഒരു വലിയൊരു വിഭാഗം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക്, ഫേക്ക് അക്കൗണ്ടുകളിലൂടെ അധിക്ഷേപം നടത്തുന്നവർക്കൊക്കെ ഇയാളുടെ ഈ പ്രവൃത്തികൾ, ഇയാളുടെ കമൻറ്റുകളെല്ലാം, ഈ വീഡിയോകൾ, ഈ അഭിമുഖങ്ങളെല്ലാം അതിന് പ്രചോദനമായിട്ടുണ്ട്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന് പിന്തുണ നൽകിയ ഒട്ടനവധി പേർ, ഈ ഹണി റോസിനെതിരായ വീഡിയോകൾക്ക് അടിയിൽ കമൻറ്റുകൾ, അശ്ലീല കമൻറ്റുകൾ രേഖപ്പെടുത്തിയവർ, അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയവർ, ഇത്തരം തന്നെയുമല്ല ഹണി റോസിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലെത്തി അവിടെ ഫേക്ക് അക്കൗണ്ടുകളിലൂടെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയവർക്കെല്ലാം ഉള്ള താക്കീതാണ് കോടതി നൽകിയത്. ഒരുപക്ഷെ എന്തെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ കർശന ഉപാധികൾ വെച്ച് പോലും ഒരു ജാമ്യം നൽകിയിരുന്നെങ്കിൽ പോലും അത് ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നില്ല. തെറ്റുകാർക്കൊരു മുന്നറിയിപ്പാണ്, വാണിംഗ് ആണ് കോടതി നൽകിയിട്ടുള്ളത്. കൃത്യമായ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. കോടതി എല്ലാ തെറ്റുകളും കോടതി മനസ്സിലാക്കുന്നുണ്ട്. ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തതും. റിമാൻഡ് വാർത്ത അറിഞ്ഞ ഉടൻ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ കുഴഞ്ഞു വീണു, തലകറക്കമുണ്ടായി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയം വിശ്രമിക്കുന്നുണ്ട്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലാണ് കൊണ്ടുപോകുന്നത്. അസുഖമാണ് എന്നുള്ള വാദമെല്ലാം നേരത്തെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അൾസറിൻ്റെ ബാധിതനാണ്, അതിനാൽ അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അതിനാൽ തന്നെ റിമാൻഡ് ചെയ്യരുത്, ജാമ്യം നൽകണമെന്ന അപേക്ഷ ഉന്നയിച്ചു. ഇതെല്ലാം കോടതി നിരാകരിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കാരണം എല്ലാ തെറ്റുകളും ചെയ്യാവുന്നതെല്ലാം തവണ തെറ്റുകൾ ചെയ്തു, തെറ്റുകൾ സമാന രീതിയിൽ വീണ്ടും ആവർത്തിക്കുന്നു, ഒട്ടേറെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നു.